شوف الكلب يهرب. അൽ ജുഫൈറിലുള്ള US സൈനിക ക്യാമ്പിലാണ് ഇപ്പോൾ പൊട്ടുന്നത്. ഈ കാണുന്ന പുക നിങ്ങൾ കാണുന്നുണ്ടാവും. കേൾക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ് നമ്മൾ അപകട സൈറൻ മുഴങ്ങുകയാണ് ബഹ്റൈനിൽ. ഈ സംഭവം നടക്കുമ്പോൾ ജയ്ഹിന്ദ് TVയും ഞങ്ങൾ ഇതിനടുത്ത തന്നെ ഉള്ള ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലാണ്. ഗൾഫ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് മേഖല വലിയ സംഘർഷത്തിലൂടെ കടന്നുപോവുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനെ ആദ്യമായി ആക്രമിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഇതോടെ ഇറാൻ ഗൾഫ് നാടുകളിലെ US സൈനിക ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം തുടരുകയാണ്. ഇതും സംഘർഷം ആളിക്കത്താൻ കാരണമായി. 2026 ഫെബ്രുവരി 28 ആദ്യമായി ബഹ്റൈനിലാണ് ആക്രമണം നടന്നത്. ബഹ്റൈനിലെ ജുഫൈറിലുള്ള US സൈനിക ക്യാമ്പിലായിരിക്കായിരുന്നു ഈ ആക്രമണം. شوف الكلب يهرب. الكلب يهرب. ഈ ആക്രമണം നടക്കുമ്പോൾ ജയ്ഹിന്ദ് TVയുടെ മിഡിൽ ഈസ്റ്റ് വാർത്താ സംഘം ബഹ്റൈനിലായിരുന്നു. ബഹ്റൈനിലെ OICC എന്ന കൂട്ടായ്മയുടെ നാഷണൽ കമ്മിറ്റി ഒരുക്കിയ ഗ്രാൻഡ് ഇഫ്താർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ക്യാമറമാനും ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ ജുഫൈറിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഹോട്ടലിന് സമീപത്താണ് US സൈനിക ക്യാമ്പും ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്നുള്ള ആക്രമണവും സ്ഫോടനവും ഉണ്ടാകുന്നത്. തുടർന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. മിസൈൽ ഭീതിയിൽ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ ഓർമ്മകളുമായി മിഡിൽ ഈസ്റ്റ് വീക്കിൻ്റെ ഈ പ്രത്യേക അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അൽ ജുഫൈറിലുള്ള US സൈനിക ക്യാമ്പിലാണ് ഇപ്പോൾ പൊട്ടുന്നത്. ഈ കാണുന്ന പുക നിങ്ങൾ കാണുന്നുണ്ടാവും. സൈനിക ക്യാമ്പിലേക്കുള്ള നേരിട്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ്. ഗൾഫിലെ ആദ്യ ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ബഹ്റൈനിലെ മലയാളികൾ മിഡിൽ ഈസ്റ്റ് വീക്കുമായി പങ്കുവച്ചു. ഫെബ്രുവരി 28 ആദ്യ ആക്രമണം വന്ന് ആദ്യത്തെ 2-3 ദിവസത്തേക്ക് ജനങ്ങൾ പുറത്തിറങ്ങിയിരുന്നില്ല. എല്ലാവരും ആശങ്കയിലായിരുന്നു. ഇവരുടെ വാക്കുകളിലേക്ക്. ബഹ്റിലെ പൊതുസമൂഹം ആശങ്കയിലാണ്. ഈ സംഭവം നടക്കുമ്പോൾ ജയ്ഹിന്ദ് TVയും ഞങ്ങൾ ഇതിനടുത്ത തന്നെ ഉള്ള ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു. അവിടുന്നാണ് ഞങ്ങൾ ഇച്ചിരി സേഫായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് മാറിയത്. 4 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള ഈ പ്രദേശത്ത് എല്ലാ ആളുകളും ജോലി സ്ഥലത്തു നിന്നൊക്കെ സ്വന്തം ഫ്ളാറ്റുകളിലേക്ക് എത്തി കുടുംബത്തോടൊപ്പം ഈ വലിയ ശബ്ദമുണ്ടാകുന്ന സമയത്ത് അവരെ പുറം സ്ഥലങ്ങളിൽ ഇറങ്ങി ഇരിക്കുകയാണ്. വളരെ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണിത്. നമ്മുടെ പ്രവാസി സമൂഹം വളരെ ആശങ്കയിലാണ്. നാടുകളിൽ നിന്നൊക്കെ 100 കണക്കിന് കോളുകളാണ് നമ്മളെയൊക്കെ വിളിച്ച് നമ്മുടെ ആളുകൾ സേഫാണോ എന്ന് തിരക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ആശങ്കയുടെ മുനയിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷമാണ് ബഹ്റൈൻ. ഇവിടെയുള്ള പ്രവാസി സമൂഹം തീർച്ചയായിട്ടും വളരെ ആശങ്കയിലാണ്. ആൾക്കാരെല്ലാം വളരെ പാനിക്കായിട്ട് നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഇപ്പോൾ നാട്ടിൽ പോകാനും ഒക്കാത്തൊരു സാഹചര്യമാണ്. കേൾക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ് നമ്മൾ അപകട സൈറൻ മുഴങ്ങുകയാണ് ബഹ്റൈനിൽ. വീണ്ടും അപകട സൈറൻ മുഴങ്ങുകയാണ്. ആകാശത്ത് 2 മിസൈലുകൾ കാണാം നമുക്ക്. ബഹ്റൈനിൽ കഴിഞ്ഞ ഒരു ശനിയാഴ്ച മുതലാണ് ചെറിയ സംഘർഷങ്ങൾ തുടങ്ങിയത്. ഈ സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ശനി ഞായർ ദിവസങ്ങളുണ്ടായിരുന്നതിലൊക്കെ വളരെ ആശങ്കകളൊക്കെ നീങ്ങി ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.
ഇപ്പോൾ ഞായറാഴ്ച മുതൽ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളാണ് തുടരുന്നത്. അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇവിടുത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു. അപ്പോൾ എല്ലാവരോടുള്ള ഒരു കരുതലും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ ഗവൺമെൻറ് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്താം. നമുക്ക് അലാറങ്ങളും അതുപോലുള്ള പല മെസ്സേജുകളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് അപ്പോൾ നമുക്ക് ഇപ്പോഴും അലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, കാരണം നമുക്ക് അപ്പോൾ ഉള്ള മെസ്സേജുകൾ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മൾ ആ ഒരു സുരക്ഷിതത്തിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇവിടുത്തെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും, ഇന്ത്യക്കാരെന്നല്ല, ഇവിടുത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരെയും ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. شوف الكلب يهرب، الكلب يهرب. امريكي امريكي امريكي. ഞാൻ താമസിക്കുന്നത് ജുഫൈർ നവൽ ബേസിൻ്റെ അടുത്താണ്. ശനിയാഴ്ച രാവിലെ ജിമ്മിലൊക്കെ പോയി ഒരു ക്ഷീണിച്ച് ഒരു അലസ്ഥതയോടുകൂടി ഇരിക്കുമ്പോഴാണ് അവിടെ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ ബ്ലാക്ക് സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മിസൈൽ പോകുന്ന ശബ്ദവും ഒക്കെ കേൾക്കുമായിരുന്നു. ഇടയ്ക്ക് കാണാനും പറ്റുമായിരുന്നു. പിന്നീട് നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്ങിൽ, കുറച്ച് അകലെ ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ചപ്പോൾ ആണ് നമുക്ക് ഇനി ഹൈ റൈസ് ബിൽഡിങ്, ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയ എയർബിഎൻബി വളരെ ഉയർന്നൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഹൈ റൈസ് ബിൽഡിംഗ് ഒഴിവാക്കണമെന്നാണ് നല്ലതെന്ന് മനസ്സിലായി ഞങ്ങൾ താഴെ വന്നു. വീണ്ടും അവിടെ ഷിഫ്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറി ഇവിടെ വന്നു, അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി. അതെ, താഴെ വന്നപ്പോൾ എല്ലാവരും താഴെ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉയർന്ന ബിൽഡിങ്ങിൽ നിന്ന് എല്ലാവരും താഴെ വന്ന് ഇനി എന്താ സംഭവിക്കാന്ന് പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് കുറച്ചേരം ആലോചിച്ചപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചു, അങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞു. അപ്പോൾ ആളൊരു വില്ലയാണ്, കുറച്ച് സേഫ് ഏരിയയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഓക്കെയാണ്. അവിടെ ഒരു 4 ഫാമിലി ഉണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. ഇപ്പോൾ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കാം, ചിലപ്പോൾ ശബ്ദം കേൾക്കാം. വാണിംഗ് എപ്പോഴും ഉണ്ട്, ഗവൺമെൻറ് വാണിംഗ് ഉണ്ട്. എന്തെങ്കിലും ശബ്ദം വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരും, ഹസാർഡാണ്, ആരും പുറത്തിറങ്ങരുത്, എല്ലാവരും സേഫായ സ്ഥലത്തിരിക്കണം. അപ്പോൾ അങ്ങനെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. മുമ്പത്തേക്കാളും പ്രശ്നം കുറഞ്ഞു വരാണ്. ഇപ്പോൾ റോട്ടിലൊക്കെ വണ്ടികൾ കൂടി തുടങ്ങി, ആൾക്കാർ സാധാരണ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കുട്ടികൾ ആദ്യം ഒന്ന് പേടിച്ചു, പ്രത്യേകിച്ച് ഈ സൈറൻ്റെ ശബ്ദവും പിന്നെ മൊബൈലിലെ അലർട്ടും ഒക്കെ കേൾക്കുമ്പോൾ. എൻ്റെ രണ്ടാമത്തെ കുട്ടിയൊന്ന് ആകെ കരഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ പോയി. ഇപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വേറെയും പിള്ളേരെ കണ്ട് എല്ലാവരും പിള്ളേർ ചേർന്ന് കളിച്ചപ്പോൾ അവരിപ്പോൾ അതൊക്കെ മറന്നു. അപ്പോൾ പുറത്ത് പോകാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ പുറത്ത് പോകും. അപ്പോൾ സൈറൻ വരാണ് അല്ലെങ്കിൽ മെസ്സേജ് വരികയാണെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് കയറ്റി സേഫ്റ്റിയിലേക്ക്. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കൂട്ടായ്മയായ ബഹ്റൈൻ കേരളീയ സമാജവും ഈ ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പ് ഒരുക്കി. ജയ്ഹിന്ദ് ടിവിയുടെ വാർത്താ സംഘം ക്യാമ്പിൽ നേരിട്ടെത്തി വാർത്തകൾ ശേഖരിച്ചു. തീർച്ചയായിട്ടും ഇതൊരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ പരിഭ്രമിക്കാൻ വലുതായി കാര്യമില്ല എന്നുള്ളതാണ് ദീർഘനാളത്തെ ബഹ്റിലെ ഒരു റെസിഡൻറ്റ് എന്ന നിലയിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇത്തരത്തിലുള്ള പല ക്രൈസിസിലും കൂടെയും ഇവിടുത്തെ മലയാളി സമൂഹം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുത്തരിയല്ല. കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് ബഹ്റിൻ കേരളീ സമാജത്തിനും ഞങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളികൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ആ സമയം, അതുപോലെ അതിനു മുമ്പുള്ള ഗൾഫ് വാറുകൾ, ഈ സമയത്തൊക്കെ പരസ്പരം ചേർത്ത് പിടിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഇവിടുത്തെ മലയാളി സമൂഹം നേടിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ആളുകൾ അല്പം പാനിക് സിറ്റുവേഷനിലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം 10-25 പേര് ഇവിടെ വന്നിരുന്നു. വൈകുന്നേരം ഒരു 12-1 മണി വരെ ഇവിടെ നമ്മുടെ ഈ ക്യാമ്പിലൊക്കെ പങ്കെടുക്കുകയും ഇവിടെ നിന്ന് പരസ്പരം ഒന്ന് സംവദിച്ചപ്പോൾ അവരുടെയൊക്കെ ഒരു പരിഭ്രമത്തിന് കുറവായി അവരൊക്കെ തിരിച്ചുപോയി. പക്ഷേ അടുത്ത ദിവസമാണ് ഇവിടെ എയർപോർട്ടിലൊക്കെ പെട്ടുപോയ ധാരാളം ആളുകൾ. താങ്കളും ഇതുപോലെ തിരിച്ചു പോകാൻ പറ്റാതെ പെട്ടുപോയ ഒരാളാണെന്ന് എനിക്കറിയാം. ഇവിടെ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ 6-7 മെയിൻ ഹോളുണ്ട്, 6-7 ചെറിയ ഹോളുകളുണ്ട്, ഇവിടെ ഒരു സെല്ലാർ പോർഷനുണ്ട്. അവിടെയൊക്കെ ആയിട്ട് അവർക്ക് അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്, ഫുഡ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകുലത യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് റിസോൾവ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ ഗൾഫ് കൺട്രികളിലെയും ആളുകൾ ഏകസ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം, മാധ്യമങ്ങൾ ഇതിനെ അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രയ്ക്കുള്ള, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കേണ്ടത്, അത്രയ്ക്കുള്ള ഒരു പരിഭ്രമമൊന്നും ഇവിടെ ആളുകളില്ല. ലൈഫ് ശാന്തമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഇവിടെ ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ മിസൈൽ അറ്റാക്കുകൾ അല്ലെങ്കിൽ ഡ്രോൺ അറ്റാക്കുകളുണ്ട്, അതിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. നാട്ടിലിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, യാതൊരു കാര്യത്തിലും പരിഭ്രമപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും സുരക്ഷിതരാണ്. എത്രയും പെട്ടെന്ന് എയർ സ്പേസ് തുറക്കുന്നതോടുകൂടി നമ്മുടെ യാത്രയും പുനരാരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പാനിക്കാവേണ്ട കാര്യമില്ല. ഇതൊരു കോൺഫ്ലിക്റ്റ് ഇവിടെയുണ്ട്. നമ്മളൊരു 2-3 യുദ്ധം നേരിൽ കണ്ടവരാണ്. ഗൾഫ് വാറ്, അതുപോലെ തന്നെ ഇറാഖ് വാറ്, പിന്നെ കൂടാതെ ഈ ഏരിയയിൽ മിക്കവാറും സംഘർഷാവസ്ഥ എപ്പോഴും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്തിട്ടുള്ള ആളുകളാണ്. വി വിൽ ഓവർകം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമിറ്റൻ്റായിട്ട് ചില ഈ മിസൈലോ അല്ലെങ്കിൽ ഡ്രോണോ ഒക്കെ വരുമ്പോൾ ആളുകൾ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതാണ് കൂടുതലും. പക്ഷേ അതിൻ്റെ ശബ്ദവും ഒക്കെ ആയിട്ട് ആളുകൾക്കൊരു ചെറിയ ഭയമുണ്ട്. പിന്നെ തന്നെയല്ല, ഇത് എവിടെയെങ്കിലും വെച്ച് സംഭവിച്ചാൽ ഇതിൻ്റെ എന്തെങ്കിലും ഡെബ്രീസ് വീണാൽ ആളുകൾക്ക് അപകടം സംഭവിക്കാം. അപ്പോൾ സോ വി ആർ അഡ്വൈസിങ് പീപ്പിൾ നോട്ട് ടു വെഞ്ചർ ഔട്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ വേറൊരു അലാം വരുന്ന ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലാം അടിക്കുന്നുണ്ട് അല്ലേ? അത് പക്ഷേ ഇറ്റ്സ് ഓൾ ക്ലിയർ മെസ്സേജ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കാണുക. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ കുറച്ച് പേര് സ്റ്റാൻഡേർഡായി. കാരണം പെട്ടെന്ന് ഞങ്ങൾ ഉൾപ്പെടെ അതെ. അപ്പോൾ ഈ നമ്മളെല്ലാം ബഹ്റൈനിൽ വരണമെങ്കിൽ എയർ ട്രാവലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്നത്. ആദ്യ ദിവസങ്ങളിലെ ആശങ്കകളെല്ലാം കുറഞ്ഞതോടെ ബഹ്റൈനിലെ മലയാളികൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. റംസാൻ മാസമായതിനാൽ റംസാനിലെ നോമ്പ് തുറന്നാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. ഈ കാഴ്ചകളും ഞങ്ങൾ ഒപ്പിയെടുത്തു. കഴിഞ്ഞ 2-3 ദിവസമായി ആശങ്കയുടെ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും ആ കാർമേയമൊക്കെ ഒന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് ഈ ദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും വളരെ സഹോദര്യമായി താമസിക്കുന്ന, പ്രത്യേകിച്ച് ഈ ബഹ്റിനിലെ ഈ സൽമാനിയ എന്ന് പറഞ്ഞ ഏരിയ നമ്മുടെ ആൾക്കാരാണ്, ഇന്ത്യൻസ്, അതിൽ കേരളൈറ്റ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരൊക്കെ കഴിഞ്ഞ 2 ദിവസമൊക്കെ വെളിയിലൊക്കെ ഇറങ്ങാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വാഹനങ്ങൾ അത്യാവശ്യം ഓടുന്നുണ്ട്, മാർക്കറ്റുകളിൽ ആൾ പോകുന്നുണ്ട്, എല്ലാ ജീവിത സാഹചര്യങ്ങളും പഴയതുപോലെ ആയി തുടങ്ങുന്നു. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള ഏരിയ അല്ല. ഒന്നാമത് ബഹ്റിനിലെ തന്നെ ഏറ്റവും മലയാളികളുടെ ഒരു സാന്നിധ്യം കൂടുതലുള്ള ഏരിയയാണ് സൽമാനിയ. ഇവിടെ ഈ യുദ്ധത്തിൻ്റെ പ്രാരംഭ സമയം തൊട്ട് ഇതുവരെയും അങ്ങനെ ഉള്ള പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ യാതൊന്നും തന്നെ ഇവിടെയില്ല. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആശങ്കപ്പെടേണ്ടതായ യാതൊരു കാര്യവും, ഒന്നാമത് ഇവിടെ ബഹ്റൈനികളും നമ്മളോട് ചേർന്ന് തന്നെ ഇടപെടുകയും നമ്മളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ളതായ യാതൊരു പ്രശ്നങ്ങളും ഇവിടെയില്ല. ഈ യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മിസൈലുകൾ വരുന്നത്, ഡ്രോൺ വന്നത് എല്ലാം US നേവി ബേസിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അല്ലാതെ മറ്റ് സിവിലിയൻ മേഖലകളിലേക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയും നിലവിൽ നമുക്കില്ല. സംഘർഷ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ബഹ്റൈൻ പ്രധാനമന്ത്രിയും കിരീടവാസിയുമായ സൽമാൻ രാജാവ് നേരിട്ട് ഷോപ്പിംഗ് മാളിലെത്തി. ലുലു,
ഹൈപ്പർ മാർക്കറ്റിലെത്തിയ അദ്ദേഹം ജനങ്ങളുമായി ചേർന്ന് ഇടപഴകിയപ്പോൾ തീർച്ചയായും അത് കൂടുതൽ കരുത്തായി മാറി. ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഉന്നതമായ പ്രൊഫഷണലുകൾക്കെല്ലാം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളൊരു മരവിച്ചിരിക്കുന്ന സമയത്ത് ഭരണാധികാരികൾ തന്നെ നേരിട്ടിട്ട് ഇവിടെ നമ്മൾ സാധാരണക്കാരായ ആളുകൾ നടക്കുന്ന പോലെ ഇറങ്ങി നടക്കുമ്പോഴുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും. കാരണം ഈ ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്നതും എല്ലാ ഗവേണൻസ് ചെയ്യുന്ന ആളുകൾ തന്നെ നേരിട്ട് ഇങ്ങനൊരു അവസ്ഥയിൽ തെരുവിലേക്ക് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇറങ്ങി ഞങ്ങളോടൊക്കെ കുശലം പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ നേരിട്ട് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു പോസിറ്റീവും ഒരു പ്രചോദനം കൂടിയാണ്, ഇവിടെ നിൽക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണെന്ന്. ബഹ്റൈനിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് സമീപത്ത് സ്ഫോടനമുണ്ടായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയോടിയത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ വീട്ടിലേക്കാണ്. ബഹ്റൈനിലെ മലയാളികൾ അറിയപ്പെടുന്ന രാജു കല്ലമ്പുറം, ഇവരുടെ ഭാര്യ ലിൻസി രാജു, മകൻ സച്ചിൻ എന്നിവരാണ് ഞങ്ങൾ ചേർത്ത് പഠിച്ചത്. ആ സമയത്ത് ഒരു ഹോട്ടൽ ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് അവർ താമസവും ഭക്ഷണവും ഒരുക്കി ഞങ്ങളെ ഒരു കുടുംബാംഗങ്ങളെ പോലെ സ്വീകരിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ശബ്ദം അടിക്കുന്നുണ്ട് അല്ലേ? രാജു കല്ലമ്പുറത്തിന്റെ സുഹൃത്തും അയൽവാസിയുമായ പത്തനംതിട്ട കൊടുമൺ സ്വദേശി റജി ചെറിയാനും ഭാര്യ ജയുമാണ് ഞങ്ങൾക്ക് കിടക്കാനായി കിടപ്പാടം തന്നത്. ഈ ബന്ധവും ഈ വാക്കുകളും ഇവിടുത്തെ അനുഭവങ്ങളും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. സൗദി അറേബ്യ കേന്ദ്രമായ ഇറാം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് നേതൃത്വത്തിലുള്ള ടീം ഞങ്ങളെ എത്രയും വേഗം ബഹ്റൈനിൽ നിന്ന് റോഡ് മാർഗം സൗദി വഴി യുഎയിലെത്തിക്കാൻ തീരുമാനിച്ചു. ഇതിന് ചുക്കാൻ പിടിച്ച ഇറാം ഗ്രൂപ്പ്, ഐറ്റിൽ ട്രാവൽ വേൾഡ്, OICCയുടെ സൗദി ബഹ്റൈൻ ഘടകങ്ങൾ എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇവരുടെയെല്ലാം ഇടപെടൽ വഴിയാണ് ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ യുഎയിൽ എത്തിച്ചേരാൻ സാധിച്ചത്.
മിസൈലുകളും ഡ്രോണുകളും നിറഞ്ഞ സംഘർഷ ഭൂമിയിലൂടെ 900 കിലോമീറ്ററും 15 മണിക്കൂറും തുടർച്ചയായി റോഡ് മാർഗം യാത്ര ചെയ്താണ് ഞാനും ക്യാമറമാനും ദുബായിലെത്തിയത്. ബഹ്റിൻ സ്വദേശിയായ അലിയായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൻ്റെ സാരഥി. റംസാൻ മാസമായതിനാൽ അലിക്കായി ഞങ്ങൾ വാഹനത്തിൽ നോമ്പ് തുറയും ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലാണ്. Once again. Thank you. أشهد أن لا إله إلا الله. സൗദിയിൽ നിന്ന് യുഎയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇപ്പോൾ ബാങ്ക് വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സാരഥി അലിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്കിന് സമയമാണ്. അപ്പോൾ ആ സമയത്ത് കൂടി ഞങ്ങൾ വണ്ടി നിർത്തുന്നില്ല. ഞങ്ങൾ നേരെ ഓൺ ദ വേ ആണ്. Road for Qatar or Emirat. എത്രയും വേഗം ദുബായ് എത്തുക എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ ബഹ്റൈൻ കടന്നു വന്നു. ഞങ്ങൾ അൽക്കോബാർ കഴിഞ്ഞ് ദമാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ യുഎയിലോട്ടുള്ള അതിർത്തിയിലോട്ട് യാത്രയാണ്. ആ വണ്ടി പോലും നിർത്തേണ്ടെന്നാണ് അലിയും പറഞ്ഞത്. നേരെ നമുക്ക് സമയത്തിന് മുമ്പ് എത്തണം. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു. അദ്ദേഹം വെള്ളം കുടിച്ച് ഈത്തപ്പഴം കഴിച്ച് യാത്ര തുടരുകയാണ്. ബഹ്റൈനിലേക്കുള്ള ഇറാന്റെ ആക്രമണം വൈകാതെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ എന്നിവിടെയെല്ലാമുള്ള US ക്യാമ്പുകളിലേക്കും മറ്റും ഇവരുടെ ആക്രമണം തുടർന്നു. മിസൈലിൻ്റെയും അതുപോലെ തന്നെ ഡ്രോണിൻ്റെയും അവശിഷ്ടങ്ങൾ പൊട്ടി വീണ് വിവിധ ദിവസങ്ങളിലായി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തു. ഇതിൽ ഇന്ത്യക്കാരുമുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതിനിടെ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി ആശ്വസിപ്പിച്ചു. വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചായിരുന്നു ഈ രംഗങ്ങൾ. ഈ കാഴ്ചകളിലേക്ക് الإمارات مغرية، الإمارات جميلة، الإمارات قدوة، لكن أقول لهم لا تغشكم الإمارات. ترى الإمارات يلدها غليظ ولحمتها مرة، نحن ما ننكل وبنقوم بواجبنا تجاه بلادنا وأهلنا ومقيمين في عندنا أهلنا الثانيين. الله يحفظ الإمارات ويحفظ أهلها ويحفظ اللي فيها بالعز والأمان، وأوعد الجميع ترانا بنظهر أقوى. لا شك. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ഉയർത്തിയ വെല്ലുവിളികൾ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് വ്യാപാര വാണിജ്യ മേഖലയിലെ പ്രമുഖർ വിലയിരുത്തുന്നു. ഇവരുടെ വാക്കുകളിലേക്ക്.
ഇത് കുറച്ച് നാൾ നീണ്ടുപോയാൽ ഭക്ഷണം സാധനം എന്തായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ആരും അറിയുകയില്ല. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിൻ്റേതായ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ലൂലു അഷ്യൂർ ചെയ്യുന്നു അങ്ങനെ ഒരു ഷോർട്ടേജ് ഒന്നിനും ഉണ്ടാവില്ല. ഈ പരിശുദ്ധ റമദാനാണ്, മീറ്റിനൊരു ഷോർട്ടേജ് ഇല്ല, വെജിറ്റബിൾസിന് ഷോർട്ടേജ് ഇല്ല, മറ്റൊരു ഫുഡ് സ്റ്റെപ്പുകൾക്കും ഒരു ഷോർട്ടേജ് ഈ GCCയിലില്ല. എല്ലാ ബിസിനസ്സുകാരുടെയും ഇതേ രീതിയാണ് അവർ നമ്മളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട്. ബിസിനസ് ആസ് യൂഷ്വൽ ആണ്. ഇപ്പോൾ ഇറാമിന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഓപ്പറേഷൻസ് ഉണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസിലുണ്ട്, പെട്രോകെമിക്കൽ ഉണ്ട്, പവർ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ എല്ലാ ഡിവിഷൻസും ആസ് യൂഷ്വൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ ഡിസ്റ്റർബൻസ് അറ്റ് ഓൾ. ഓക്കെ. പിന്നെ നമുക്കങ്ങനെ ഒരു ഡെയിലി ലൈഫിന് ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ളൊരു കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ബിസിനസ് ആസ് യൂഷ്വൽ, നമ്മുടെ ഓപ്പറേഷൻസ് ആസ് യൂഷ്വൽ, ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ പഴയ പോലെ തന്നെ നടക്കുന്നുണ്ട്. ITL എല്ലാം വളരെ ആക്റ്റീവായിട്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന നിലയ്ക്കും പിന്നെ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്കും നമ്മൾ എല്ലാ തരത്തിലും അതിൻ്റെ ഈ ഡിസ്റ്റർബൻസിനെ ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഒരു CFO എന്ന നിലയിൽ ഞാൻ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത് അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. കാരണം ഈ GCCയും പൊതുവെ സൗദി അറേബ്യയും എല്ലാം വളരെ ശക്തമായ അടിത്തറയുള്ളൊരു എക്കോണമിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള എക്കോണമിയെ ബാധിക്കില്ല. അതുകൊണ്ട് ബിസിനസ്സുകളെല്ലാം സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് എക്കണോമിക്ക് ഉള്ളത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ അത്തരത്തിൽ ബാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നമ്മൾ വ്യക്തമായിട്ടും വളരെ കൃത്യമായും ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു CFO എപ്പോഴും ഒരു B പ്ലാനായിട്ട് വർക്ക് ചെയ്യണം. ലോജിസ്റ്റിക് എന്തായാലും ഇൻട്രപ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു താൽക്കാലികമായിട്ടതൊരു വിലക്കയറ്റം ഉണ്ടാക്കും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒരു താൽക്കാലികം മാത്രമാണ്. അത് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരും. സാധാരണ നമ്മൾ പിന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അങ്ങനെ വില കൂടിയിട്ടില്ല. അത് ഇവിടുത്തെ ഗവൺമെൻറ്റും മറ്റ് ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഷിപ്പിംഗ് ലൈനുകളൊക്കെ അടക്കുമ്പോൾ, എയർപോർട്ടുകൾ അടക്കുമ്പോൾ, അതുമല്ലെങ്കിൽ പോർട്ടുകൾ അടക്കുമ്പോൾ ഒക്കെ സാധാരണ വരുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് ലഭ്യത ഉണ്ടാകും. ഇപ്പോൾ ബഹ്റൈനെ സംബന്ധിച്ചോളം എന്ത് സാധനങ്ങളും പുറത്തുനിന്ന് വരേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള വില കൂടുതലുകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിവുള്ള ഭരണകർത്താക്കൾ, ലോയൽറ്റിയുള്ള വിദേശി സമൂഹം, പരിശീലനം നേടിയ സൈനികർ, എന്തിനെ സോവറിൻ ഫണ്ട് ഉൾപ്പെടെ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഗൾഫ് നാടുകൾ ഒരിക്കലും തകർന്നു പോകുമെന്ന് ആരും സ്വപ്നം കാണണ്ട. ഇതെല്ലാം താൽക്കാലിക വെല്ലുവിളികൾ മാത്രമാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Middle East this week. Costume courtesy by Alan Soli Shirts.